ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേക്ക് ഫ്ലോർ വീട്ടിൽ പരീക്ഷിക്കാം. ഇത് പുറത്തുനിന്നൊന്നും വാങ്ങാൻ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് കേക്ക് ഫ്ലോർ തയ്യാറാക്കാൻ ആദ്യം 1 കപ്പ് മൈദ എടുക്കണം. നിങ്ങൾ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ മൈദ അളന്നെടുക്കുക, അല്ലാതെ ഈ കപ്പ് ഡയറക്റ്റായിട്ടിട്ട് അളന്നെടുക്കരുത്. നമുക്ക് ഈ കപ്പളവ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. അതുപോലെ വലിയ വലിയ പാത്രക്കടകളിലൊക്കെ ഈ അളവ് കപ്പ് നമുക്ക് കിട്ടും. ഇതുപോലെ നിങ്ങൾ അളന്നെടുക്കുക. പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ അപ്പോൾ തന്നെ ആ കേക്ക് ഉപയോഗിക്കരുത്. ഒരു ദിവസമെങ്കിലും അങ്ങനെ തന്നെ വെക്കുക. പിറ്റേന്ന് എടുക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റും ആ മണവും ഒക്കെ വരുന്നത്. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ മൈദ ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബാക്കിയുള്ള ഇതിൻ്റെ മുകള് ഇതുപോലെ വടിച്ച്, ഇതിൻ്റെ തല വടിച്ച് ബാക്കി മാവ് നമുക്ക് മാറ്റാം. ഇതാണ് ശരിക്കും 1 കപ്പ് മൈദ. ഇതുപോലെ തന്നെ നിങ്ങൾ മൈദ അളന്നെടുക്കാൻ നോക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ആ കട്ടയൊക്കെ ഒന്ന് മാറിപ്പോവാനാണ് ഞാനിത് ഇങ്ങനെ അരിച്ചെടുത്തത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവെടുത്തിട്ടുണ്ട്. ഈ ടേബിൾ സ്പൂൺ അളവില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റണം. ഇതുപോലൊരു വലിയ സ്പൂണിന് 1 സ്പൂൺ കണ്ടോ, ഇതുപോലെ നമുക്ക് 3 സ്പൂൺ മാറ്റാം. ഇത് സ്പൂൺ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ മൈദ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി പകരം നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർക്കണം. ഈ കോൺഫ്ലോർ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ, അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ നമുക്ക് മിക്ക കടകളിലും കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിനി മറ്റേ മൈദ മാറ്റാം, നമുക്ക് ആവശ്യമില്ല. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ നമ്മൾ 1 കപ്പ് മൈദയാണെങ്കിൽ അതിന് എടുക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഞാൻ സ്പൂൺ അളവ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലൊരു ചെറിയ സ്പൂണിന് കണ്ടോ 1 സ്പൂൺ. അപ്പോൾ നമ്മൾ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. ഇനി 1/4 ടീസ്പൂൺ സോഡാപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടരുത്, 1 പിഞ്ച് മാത്രമേ നിങ്ങൾ ഇട്ട് കൊടുക്കാവൂ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആകുന്നത് വരെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്ലോർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വീട്ടിൽ തന്നെ, ഇനി പുറത്ത് പോയി മേടിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഞാനിവിടെ കേക്ക് ഫ്ലോർ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ ഞാൻ എൻ്റെ കേക്ക് ഫ്ലോറിൽ ഓൾറെഡി പഞ്ചസാരയൊക്കെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്താൽ ഞാൻ പറഞ്ഞ അളവിന് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ച് ചേർത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് കേക്ക് ഫ്ലോർ തയ്യാറായി. ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഒരു ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കേക്ക് ഫ്ലോർ ഉപയോഗിച്ചുള്ള കേക്ക് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ബൈ.